തെരണ്ടി നമ്മ വിചാരിക്കണ സൈസ് ഒന്നുമല്ല, വലിയ സൈസുള്ള തെരണ്ടിയൊക്കെ വരും. അപ്പൊ ഇതുങ്ങളെയൊക്കെ ആ ബോട്ടിലേക്ക് പിടിച്ചിടാൻ നേരത്ത് ഒരു പ്രത്യേകതരം ഒച്ച ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മള് ഞെട്ടിപ്പോവും അങ്ങോട്ട്. പെട്ടെന്ന് ചാവൂല ഈ തെരണ്ടിയൊക്കെ. ബാക്കിയുള്ള മീനുകളൊക്കെ പെട്ടെന്ന് ചത്തും, കൊറേയൊക്കെ ചത്തുമായിരിക്കും വന്ന്. തെരണ്ടി പെട്ടെന്ന് ചാവൂല. അപ്പൊ തെരണ്ടി ഇങ്ങനെ പെട്ടെന്ന് ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോ നമ്മ ഞെട്ടിപ്പോവും. ചില സമയങ്ങളിൽ ഞാൻ വെള്ളമൊക്കെ കൊണ്ടുപോയി വായലൊഴിച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്. ഈ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിൽ കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫാന്റസികൾ ഉണ്ട്. ഇപ്പൊ നക്ഷത്രയാമ, അതിന് മറ്റൊരു മാർക്കറ്റിൽ ഒരുപാട് വിലയാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ തിമിംഗലത്തിന്റെ ഛർദി, വലംപിരി ശംഖ്, ഈ 3 കാര്യങ്ങളിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് പോകാനിരിക്കുന്നു. വലംപിരി ശംഖ് കണ്ടിട്ടുണ്ടോ? വലംപിരി ശംഖിന്റെ പണി നമ്മള് ഈ തൂത്തുക്കുടി പോയിട്ട് നമ്മള് കാണിച്ചിട്ടുണ്ട്. തെരസ്പുരത്ത് പോയിട്ട് കടലിന്റെ അടിത്തട്ടി പോയിട്ട് ശംഖ് എടുക്കണ പരിപാടിയാണ്. അപ്പൊ അവര് പറഞ്ഞത് ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയണെന്നുണ്ടെങ്കിൽ അവരെന്റെ അടുത്ത് പറഞ്ഞതാണ് വലംപിരി ശംഖ് അങ്ങനെയൊന്നും കിട്ടാറില്ല, 1-2 തവണ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവമൊക്കെ മാറുമെന്നാണ് അവര് പറയണത്. ഈ സാധനം കിട്ടിക്കഴിഞ്ഞാല് റേറ്റ് ആണെന്ന് പറഞ്ഞു, കിലോ കണക്കിനാണ് റേറ്റ് എന്ന് പറഞ്ഞു. അതിന്റെ ഒരു ഗ്രാമിന് വരെ മുടുക്കത്തെ റേറ്റ് ആണ്. ഞാൻ ആ വീഡിയോ ഇട്ടപ്പോ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു, ഈ ശംഖ് കിട്ടോ, വലംപിരി ശംഖ് കിട്ടോ, ശംഖിന് എത്ര രൂപ റേറ്റ്. അതൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് അവിടെ. അപ്പൊ അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അതും കൊണ്ട് അവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൊണ്ട് അവർക്ക് കരയിലെത്താനായിട്ട് പറ്റില്ലെന്നാണ് പറയണത്. പ്രകൃതി തന്നെ അതിനോട് പ്രതിരോധിച്ച് നിന്ന് ആ എടുക്കണത് എവിടെയാണോ അവിടെ തന്നെ ആ സാധനത്തിന് കൊണ്ടുപോയി വെക്കുമെന്നാണ് അവര് പറയുന്നത് കേട്ടോ. നമുക്കത് എത്രത്തോളം സത്യമുള്ളതെന്ന് അറിയില്ല. എന്താ പറഞ്ഞ ആളുകൾ കേട്ട അറിവുകളിൽ നിന്ന് എന്താ ശരിക്കും ഈ വലംപിരി ശംഖിന് ഇത്ര പ്രത്യേകത? ഒരുപാട് ഐശ്വര്യം കിട്ടുന്ന ഐശ്വര്യം കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ ഈ എന്തോ അരിയിൽ വെച്ച് കഴിഞ്ഞത് ഓട്ടോമാറ്റിക്കലി താന്നു പോകുന്നൊക്കെ അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ അവരിങ്ങനെ വലംപിരി ശംഖിന് ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ അരിയിലൊക്കെ വെച്ച് കഴിഞ്ഞ ഈ സാധനം താന്നു, എഫക്ട് താഴെ താന്നു പോകും, അങ്ങനത്തെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ. ഈ തിമിംഗലത്തിന്റെ ഛർദിയെ പറ്റി എന്താ? അതും അതെ. അത് പക്ഷെ ഞാൻ പഠിച്ചോടത്തോളം അല്ലെങ്കിൽ അതിന്റെ പുറകെ ഞാനും ഒരുപാട് നമ്മൾ ഒരുപാട് തവണ കടലിൽ പോകണല്ലോ. അപ്പൊ എങ്ങാലും ഒരു സമയം ഇത് കണ്ടാല ലൈഫ് സെറ്റ്. അപ്പൊ അതുകൊണ്ട് ഞാനും ഇടയ്ക്ക് ഇതിനെപ്പറ്റി നോക്കാൻ നേരത്ത് ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ സാധനം നമ്മുടെ ഇവിടെ കാണുന്ന തിമിംഗലങ്ങളുടെ ഛർദി അല്ല ഒരു പെർഫ്യൂം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണത്. അത് എനിക്ക് തോന്നുന്നു എന്തോ സ്പേം വെയിൽ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിൽ പെട്ട ഒരു വെയിലിന്റെ ഛർദിയാണ് മെയിൻ ആയിട്ട് ഇവർ ഈ ഒരു പെർഫ്യൂം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണത്. അങ്ങനത്തെ തിമിംഗലങ്ങൾ നമ്മുടെ ഈ ഒരു അറേബ്യൻ സീ ഇന്ത്യൻ ആ ഒരു സമുദ്രത്തിലൊന്നും ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. നമ്മൊരു വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ A to Z കാര്യങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ നാട്ടുകാരുടെ മേക്കണ്ടവരല്ല. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ഒരു വലംപിരി ശംഖ് കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഇത്തിരി തിമിംഗലത്തിന്റെ ഛർദി കിട്ടിയിരുന്നെങ്കിൽ? പിന്നെ ലൈഫ് സെറ്റ് ആയില്ലേ. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു ബോട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഷെയറിൽ. അപ്പൊ അതിലെ ശ്രാങ്ക് ഞങ്ങളെ ഒരു പ്രാവശ്യം പറ്റിച്ചിട്ടുണ്ട്. തിമിംഗലത്തിന്റെ ഛർദി കിട്ടിയെന്നും പറഞ്ഞിട്ട് ഇഡലി പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളിക്കാരൻ. പക്ഷെ സംഭവം ഒന്നും ആയിരുന്നില്ല, വേറെന്തോട് കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നക്ഷത്രാമയുടെ മുട്ടയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് തമാശകൾ വന്നിട്ടുണ്ട്. അതായത് സാധാരണ ഏതോ ഒരു പക്ഷിയുടെ ആമയെടുത്ത് പക്ഷിയുടെ ഏതൊരു പക്ഷിയുടെ മുട്ടയെടുത്ത് പെയിന്റ് അടിച്ച് നക്ഷത്ര രൂപങ്ങളൊക്കെ വരച്ച് നക്ഷത്രാമയുടെ മുട്ടയാണെന്ന് പറഞ്ഞ് വിറ്റവരുണ്ട്. സാധാരണ ആമയെ പിടിച്ച് പെയിന്റ് അടിച്ച് നക്ഷത്രാമയെ ആക്കിയവരുണ്ട്. നക്ഷത്രാമയെ ശരിക്കും വിൽക്കാൻ നോക്കി പിടിയിലായവരുണ്ട്. നക്ഷത്രാമയെ പറ്റി എന്താ അറിയാം? നക്ഷത്രാമ ആക്ച്വലി അത് കടലിലുള്ളതാണ്, എനിക്കറിയില്ല. അല്ല കൃത്യമായിട്ട് കടലിലാണെന്ന് എനിക്ക് വലിയ ധാരണയില്ല. നക്ഷത്രാമ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഈ ലുട്ടാപ്പിയുടെ കുന്തം കൊടുക്കാനുണ്ടെന്നൊക്കെ പറയും. അതുപോലത്തെ ഒരു ഇതാണ് ശരിക്കും നക്ഷത്രാമ. പക്ഷെ ആമ എന്ന് പറയുന്ന പല ടൈപ്പ്, കടലില് പല ടൈപ്പിലുള്ള ആമകളുണ്ട്. അത് വാല്യുബിൾ ആയിട്ടുള്ള ആമകൾ ഇഷ്ടം പോലെ ഉണ്ട്. കറുപ്പും വെള്ളയും മാത്രമേ സാധാരണ. അതല്ലാണ്ട് വേറെ ടൈപ്പ് ടെർട്ടിൽസ് ഒരുപാട് കടലിലുണ്ട് നമുക്ക്. പക്ഷെ അതിനെ കൊണ്ടുവരാനെ പിടിക്കാനുള്ള യാതൊരു അനുവാദവും നമുക്കില്ല. പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ അകത്താക്കും അവര്. ടെർട്ടിൽസിനെ പിടിക്കാനേ പാടില്ല. എന്തൊക്കെയാ അങ്ങനത്തെ ആമകളുടെ പ്രത്യേകതകള്? അത് നിലവിൽ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എനിക്ക് അതിനെ പറ്റി അറിയില്ല. അതെ അതെ അതെ. പിന്നെ നമ്മുടെ ഈ ഒഡീഷയിൽ ഒരു സ്ഥലത്ത് ഈ ഒരു ടൈം ആയി കഴിയുമ്പോ 10-4-5 ലക്ഷം ആമകൾ ഇങ്ങനെ ഒരുമിച്ച് സംഗമമുണ്ട്. റിഡ്ലി ടർട്ടിൽസ് എന്നാണ് അതിനെ പറയുന്നത്. ഇങ്ങനെ വന്ന് കയറി മുട്ടിയിട്ട് പോണൊരു അത് നല്ല കാഴ്ചയാണ്. അങ്ങനത്തെ ആമകളാണ് നമ്മ നോർമലി എല്ലാവരും കണ്ടു കാണുന്നത് കടലാമയെന്ന് പറഞ്ഞു. പക്ഷെ അതല്ലാണ്ട് ഡീപ് സീയിലേക്ക് പോകുമ്പോ വേറെ ടൈപ്പ് ആമകളുണ്ട്. ഈ കടലില് പണ്ടത്തെ അത്ര മീനില്ല, ഫിഷ് വെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പഠനങ്ങൾ പറയുന്നു. പൊതുവെ ഫിഷർമാനും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ പോലെ ഡീപ് സീയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ട്രോളിങ് ചെയ്യുന്ന ആളുകളല്ല ഞാൻ പറയുന്നത്. വഞ്ചിയിൽ ഈ പുറംകടലിലേക്ക് കയറാതെ പിടിക്കുന്ന ആളുകളല്ല, അവരാണ് ഏറ്റവും അധികം പറയുന്നത് കടലിൽ പണ്ടത്തെ അത്ര മീനുകളില്ല. അതിനൊരു കാരണം ഈ പറഞ്ഞ പോലെ ഡീപ് സീയിലുള്ള ഈ ട്രോളിങ് തന്നെയാണെന്ന് പറയുന്നവരുണ്ട്. ശരിക്കും മീൻ കുറയുന്നുണ്ടോ?
അതായത് ഇപ്പൊ നിലവിൽ ഇപ്പൊ പറയണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മത്തിയൊക്കെ ഇപ്പൊ കൂടുതലായിട്ടും ഇപ്പൊ കിട്ടാറില്ല. പണ്ടൊക്കെ മത്തി എന്നൊക്കെ പറഞ്ഞാൽ ലാവിഷായിട്ട് മത്തി എന്ന് പറയുന്ന സാധനമേ കിട്ടാറില്ല. ഇപ്പൊ ഈ വള്ളക്കാരാണെങ്കിലും ബോട്ടുകാരാണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇപ്പൊ ഈ ഡീസലിന്റെ പൈസ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഡീസലിന് 100 രൂപയാണ് ഡീസലിന്. ഇത് വെച്ചിട്ട് ഇത്രയും വലിയ ബോട്ട് കടലിലേക്ക് പോയി 10 ദിവസം കിടക്കണേന് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 4-5 ലക്ഷം രൂപ ചെലവിനുണ്ട്. എത്ര ലിറ്റർ ഡീസൽ? 4000-4500 ലിറ്റർ ഡീസൽ സ്റ്റാർട്ടിങ്ങിൽ അടിച്ചിട്ടാണ് ബോട്ട് കടലിൽ. 4500 ലിറ്റർ ഡീസൽ. അതുകൂടാണ്ട് പിന്നെ നമ്മ സ്റ്റാർട്ടിങ്ങിൽ അടിച്ചുകൊണ്ട് പോയി ഇപ്പൊ ഒരു 10 ദിവസം പോയി കിടന്ന് തിരിച്ചു വരാൻ നേരത്ത് എത്ര രൂപയുടെ ഡീസൽ കത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര ലിറ്റർ ഡീസൽ കത്തിയിട്ടുണ്ടാവും, അത് പിന്നെ റീഫിൽ ചെയ്ത് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ബോട്ട് കടലിൽ പോണതിന് ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയോളം ചെലവുണ്ട് ഇങ്ങനെ പോയി വന്ന് പോണേന്. അങ്ങനെയാണ് മീനിന്റെ ലഭ്യത എന്ന് വെച്ച് കഴിഞ്ഞാല് ചില ബോട്ടുകാരുണ്ട്. ഇപ്പൊ ബോട്ടുകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഭാഗത്തിനപ്പുറം 15 ഭാഗത്തിനപ്പുറമാണ് നമ്മുടെ ട്രോൾ നെറ്റ് ബോട്ടുകൾ ട്രോൾ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാണ്ട് അതിന്റെ ഉള്ളിലേക്ക് വന്ന് എന്ന് പറഞ്ഞാൽ കരയിലേക്ക്, അതൊക്കെ പറഞ്ഞാൽ ശരിക്കും വള്ളക്കാരുടെ ഒരു സ്ഥലമാണ്. അങ്ങോട്ട് വന്ന് നമുക്ക് ട്രോൾ നെറ്റ് ചെയ്യാനായിട്ടുള്ള അനുവാദമില്ല. പക്ഷെ എന്നാലും ചില ആളുകൾ രാത്രി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അനധികൃതമായ മത്സ്യബന്ധനം നടത്തി ഈ ചെറിയ ചെറിയ ഫിഷുകൾ പ്രത്യുൽപാദനം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് ബോട്ടുകാരുണ്ട്. എല്ലാവരും അല്ല കേട്ടോ നമ്മ പറയണ, ചില ആളുകളുണ്ട് അങ്ങനെ ചെയ്യാൻ നേരത്ത്. ഇപ്പൊ കടൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ പണിയെടുത്ത് ജീവിക്കാനുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ചെറുവള്ളക്കാരുടെ പണിയാണ് അവിടെ തീരണത്, നശിഞ്ഞു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല്. കാരണം അവർക്ക് ഒരു ലിമിറ്റ് വിട്ട് ഉള്ളിലേക്ക് പോയി പണിയെടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ ലൈലന്റ് വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല വലിച്ച് കറക്കി അടിച്ചിട്ടാണ് മീനെ പിടിക്കണത്. അപ്പൊ ഇപ്പൊ ഈ ലൈലന്റ് വെള്ളങ്ങൾക്ക് പൊതുവെ ഭയങ്കരമായിട്ട് പണി കുറവാണ്, മീൻ കിട്ടാനില്ലാത്തതിന്റെ പേരില്. കാരണം ഇതുപോലെ നൈറ്റ് ഫിഷിങ് അനധികൃതമായിട്ട് നടന്ന് ഈ താഴെ വന്ന് വലിച്ച് ഇഷ്ടംപോലെ ബോട്ട് നമ്മുടെ ഇവിടെ തന്നെ പിടിച്ചിട്ടുണ്ട്. അതിൽ ചില ബോട്ടുകാരൊക്കെ പറഞ്ഞു കൊടുക്കും, ബോട്ടുകാരനെ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ വേറെ ബോട്ട് വന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഗാർഡിൽ നമ്മ അറിയിക്കും ഈ വയർലെസ്സിൽ വിളിച്ചിട്ട്. ഇപ്പൊ ഈ സിനിമകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ചില പ്രൊഫഷണൽ നാടകങ്ങളിലൊക്കെ ഈ മത്സ്യബന്ധന തൊഴിലാളികളെയും അല്ലെങ്കിൽ ആരയന്മാരെയും ഒക്കെ കാണിക്കുന്ന ഒരു വിധം ഉണ്ടല്ലോ. അതായത് കുറച്ച് നെറ്റ് ടൈപ്പ് ജുബയൊക്കെ ഇട്ട് കയ്യിലൊരു സ്വർണ്ണ വാച്ചൊക്കെ കെട്ടി ഒരു സിൽക്ക് മുണ്ടൊക്കെ ഇട്ട് നിങ്ങൾ എങ്ങാട് പോണേണ് ആ ഒരു നീട്ടിക്കുറുക്കലോടുകൂടി സംസാരിച്ചിട്ടൊക്കെ. അതിലൊക്കെ എത്രമാത്രം സത്യമുണ്ട്? അത് കാണുമ്പോൾ ഒരു കളിയാക്കൽ പോലെ അനുഭവപ്പെടാറില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അത് നമ്മുടെ ഏരിയന്റെ, അത് ഓരോ ഏരിയ ബേസ് ചെയ്താണ്. ശരിക്കും ആലപ്പുഴ ഒരു സൈഡിലോട്ടൊക്കെ പോകുമ്പോ അവരുടെ ഒരു സംസാര രീതി ഇങ്ങോട്ട് വാടന്ന് അങ്ങനെ ഒരു രീതിയിലാണ് അവര് സംസാരിക്കുന്നത്. പങ്കായം പിടിക്കണ കൈയാണ് അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ആലപ്പുഴ ഒരു സൈഡിലേക്ക് ഇപ്പോഴും ആളുകളുണ്ട്. സത്യത്തില് നമ്മുടെ ബോട്ടിനകത്ത് കുറച്ച് പേരുണ്ട് ആലപ്പുഴക്കാര്, ഞാൻ പോണ ബോട്ടിനകത്ത്. അവരുടെ ആ ഒരു ടോൺ ചില സമയങ്ങളിൽ അങ്ങനെയാണ്. കാരണം എപ്പോഴും അവര് കടലുമായി തീരദേശത്ത് താമസിച്ച് വള്ളത്തിൽ പോയി അങ്ങനെ പണ്ടോട്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ആ ഒരു ടൂൺ എപ്പോഴും ആ ഒരു രീതിയിൽ അങ്ങനെ തന്നെ ഇപ്പോഴും പോകുന്നുണ്ട്. അത് ഒരിക്കലും കളിയാക്കി പറയണ എല്ലാവരും.